എവ്രിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട 3 എലമെൻറ്റ്സ് ആണ്: സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. എന്താണ് ഇംഗ്ലീഷിലെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇതിനെ നമ്മൾ കർത്താവ് എന്ന് പറയും. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ്, ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഹീ ഈസ് വാക്കിംഗ് ഇൻ ദ ഗാർഡൻ. അവൻ പൂന്തോട്ടത്തിൽ നടക്കുകയാണ്. ഇവിടെ നടക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഹീ ആണ്. അതുകൊണ്ട് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹീ ആണ്. കാരണം ഇവിടെ നടക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഹീ, സബ്ജക്റ്റാണ്. അതായത് ഒരു സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു എക്സാമ്പിൾ: വി ആർ വാച്ചിങ് ടി വി. ഞങ്ങൾ ടി വി കാണുകയാണ്. ഇവിടെ ഏതായിരിക്കും സബ്ജക്റ്റ്? ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്? വി അഥവാ ഞങ്ങൾ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ട് വി എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റായിട്ട് വരുന്നത്. കാരണം ഇവിടെ വാച്ചിങ് അഥവാ കാണുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് വി അഥവാ ഞങ്ങൾ ആണ്. ഇനി വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ ടെൻസൊക്കെ പഠിക്കുന്ന സമയത്ത് വെർബിലാണ് നമുക്ക് ചേഞ്ചൊക്കെ വരിക. അപ്പം വെർബ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ വെർബ് മലയാളത്തിൽ ഇതിനെ ക്രിയ എന്ന് പറയുന്നു. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ്. അതായത് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൽ ആ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി, അതിനെയാണ് വെർബ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ വളരെയധികം വെർബ്സ് ഉണ്ട്. വാക്കിംഗ്, ടോക്കിംഗ്, റൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് വെർബ്സ് ഇംഗ്ലീഷിലുണ്ട്. അതിന് തന്നെ V1, V2, V3 എന്ന് പറഞ്ഞ 3 ഫോം വരും ടെൻസിനനുസരിച്ച്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. വീഡിയോയിൽ ജസ്റ്റ് വെർബ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. ഹീ ഈസ് റീഡിങ് എ ബുക്ക്. ഇവിടെ അവൻ ഒരു ബുക്ക് വായിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹീ ആണ്. ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ എന്താണ്? റീഡിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതാണ് ഇതിൻ്റെ അകത്തെ വെർബായിട്ട് വരിക? റീഡിങ് അഥവാ വായിക്കുക എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ വെർബ്. അടുത്ത ഒരു എക്സാമ്പിൾ: ദേ ആർ പ്ലേയിങ്. അവർ കളിക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് നമുക്കറിയാം, പ്രവൃത്തി ചെയ്യുന്നത് ദേ ആണ്. അതുകൊണ്ട് ദേ ആണ് സബ്ജക്റ്റ്. ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പ്ലേയിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്ലേയിങ് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ വെർബ്. ഇവിടെ ദേ എന്ന സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്ലേയിങ്. അതുകൊണ്ട് വെർബ് പ്ലേയിങ്. അടുത്തത് ഒബ്ജക്റ്റ്. മലയാളത്തിൽ ഇതിനെ കർമ്മം എന്ന് പറയുന്നു. അതായത് ഒരു വാചകത്തിലെ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ബാധിക്കുന്നത് എന്തിനെയാണോ അതാണ് ആ വാചകത്തിലെ കർമ്മം അഥവാ ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി, അതായത് നമ്മുടെ വെർബ് എഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണോ അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഒബ്ജക്റ്റിൻ്റെ കേസ് പറയുമ്പം സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധം ഇല്ല. ഇവിടെ നമുക്ക് നോക്കാം. ഹീ ഡ്രിങ്ക്സ് ടീ. ഹീ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ചെയ്യുന്ന വെർബാണ് ഡ്രിങ്ക്സ് എന്നുള്ളത്. എന്തിനെയാണ് കുടിക്കുന്നത്? ചായയാണ്. അതുകൊണ്ട് ടീ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഈ വാചകത്തിലെ സബ്ജക്റ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ് എന്ന പ്രവൃത്തി ബാധിക്കുന്നത് ടീനെയാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഏതാണ്? ടീ ആണ്. അടുത്തത് ഷീ കിക്ക്ഡ് ദ ബക്കറ്റ്. അവൾ ആ ബക്കറ്റ് തൊഴിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ എന്താണ്? വെർബ് എന്താണ്? കിക്ക്ഡ് എന്നുള്ളതാണ്. അപ്പം അത് ബാധിക്കുന്നത് എന്തിനെയാണ്? ബക്കറ്റ്. സോ ബക്കറ്റാണ് ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ വാചകത്തിലെ വി എന്ന സബ്ജക്റ്റ് ചെയ്യുന്ന കിക്ക് എന്ന പ്രവൃത്തി ബാധിക്കുന്നത് ബക്കറ്റിനെയാണ്. അതുകൊണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബക്കറ്റാണ്. അപ്പം എല്ലാ സെൻറ്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം. ഹീ റീഡ്സ്. അവൻ വായിക്കുന്നു. സെൻറ്റൻസ് അവിടെ തന്നെ കംപ്ലീറ്റ് ആണ്. അവിടെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യം ഇല്ല. ദ ഗ്ലാസ് ബ്രോക്കൺ. ഗ്ലാസ് പൊട്ടി. അവിടെയും എന്തിൻ്റെ ആവശ്യമില്ല? ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നീ ഒരുപാട് മാറിപ്പോയി. അവിടെയും എന്തിൻ്റെ ആവശ്യമില്ല? ഒബ്ജക്റ്റ് ഇല്ല. അപ്പം
ഒബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസും ഇംഗ്ലീഷിൽ ഉണ്ടാവാം, പക്ഷേ സബ്ജക്റ്റും വെർബും ഇംഗ്ലീഷിന് കമ്പൽസറി ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ആക്ച്വൽ ഫോമാറ്റ് എന്ന് പറയുന്നത്, മീനിങ്ഫുള്ളായ ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതായിരിക്കും, ഒരു പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി തരുന്നത് ഒരു പ്രാക്ടീസ് ടെസ്റ്റാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് താഴെ പറയുന്ന സെൻറ്റൻസുകളിലെ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഫൈൻഡ് ഔട്ട് ദ സബ്ജക്റ്റ്, വെർബ് ആൻഡ് ഒബ്ജക്റ്റ് ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ, ഹി ഈറ്റ്സ് ബനാന. സെക്കൻഡ് വൺ, രമ്യ മേക്സ് കോഫി. തേർഡ് വൺ, ലയൺ റോർസ്. ഫോർത്ത് വൺ, വി ആർ ഗോയിങ് ടു മാർക്കറ്റ്. ഫിഫ്ത്ത് വൺ, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അപ്പം സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്